നമസ്കാരം. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയ ഒരു പ്രധാന വാർത്ത എല്ലാവരും അറിയിക്കുവാനുണ്ട്. അതിനാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മീഷൻ്റെ ഒരു റിക്വസ്റ്റ് ഗവൺമെൻറ്റിൽ പോയതായി അറിയുന്നു. ഒരു പക്ഷേ അങ്ങനെ പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ചിലപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് നോട്ട് കൊടുത്തു കാണും. കാര്യം ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കാൻ കഴിയും, ധനകാര്യമന്ത്രി ഇല്ലല്ലോ, കാവൽ മന്ത്രിസഭയാണല്ലോ. അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് നോട്ട് കൊടുത്തു കാണും എന്നാണ് അറിയുന്നത്. അതൊരു മുൻകൂർ ജാമ്യമാണോ കൈവിട്ട കളിയാണോ എന്നറിയില്ല. 6 മാസം കൂടി സമയം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് ഗവൺമെൻറ്റിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതൊരു ബോഗസാണ്, ഒരു ഉഡായിപ്പാണ്. കാരണം നേരത്തെ ചെയ്തപ്പോൾ തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ VP ജോയി കമ്മിറ്റി വച്ചപ്പോൾ തന്നെ നമ്മൾ സുഭാഷിതൻ ചാനലിൽ പറഞ്ഞിരുന്നു, ഇത് ഒരു തട്ടിപ്പുണ്ട്, ഇതിനകത്ത് 3 മാസം കൊണ്ട് ഒരു കാരണവശാലും വരാൻ സാധ്യതയില്ല. അപ്പോൾ അവർക്കൊരു 6 മാസം സമയങ്ങൾ കൊടുക്കണം. മാത്രമല്ല, മാർച്ചിൽ ഇത് പ്രഖ്യാപിച്ചപ്പോൾ ഏപ്രിൽ, മെയ്, ജൂണിൽ എന്തായാലും പുതിയ ഗവൺമെൻറ് വരും, X ആയാലും Y ആയാലും. അപ്പോൾ 3 മാസം കൂടെ കൊടുത്തതുകൊണ്ട് തുടക്കത്തിലെ ഒരു 6 മാസം കൊടുത്തിരുന്നെങ്കിൽ അതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാതെ 3 മാസം മാത്രം സമയം കൊടുത്തു. ഒരു കാരണവശാലും 3 മാസം കൂടി ചെയ്യാം. അപ്പോൾ പിന്നെ ധനകാര്യമന്ത്രി പറഞ്ഞത് എല്ലാം AI കാലമല്ലേ, പാക്കേജ് ഇല്ലേ, പിന്നെ എല്ലാം കമ്പ്യൂട്ടറിൽ കിടക്കുകയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ പോരെ, വളരെ എളുപ്പമല്ലേ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇപ്പം കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ പോരെ, AI ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്താണ് മറ്റേ ChatGPT ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കൊടുത്താൽ മതിയോ? അങ്ങനെ പറ്റില്ല. കാരണം ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മിറ്റി വെച്ചാൽ അവർക്ക് കുറച്ചധികം റിപ്പോർട്ടുകൾ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷത്തെ ശമ്പള പരിഷ്കരണത്തിൽ ഓരോ വകുപ്പിലെയും റിപ്പോർട്ടുകൾ പരിശോധിക്കണം, അതിൻ്റെ അനാമലികൾ പരിശോധിക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയ പരാതികൾ പരിശോധിക്കണം, സർവീസ് സംഘടനകളുമായി ചർച്ചകൾ വയ്ക്കണം, സർവീസ് സംഘടനകൾ പറയുന്ന അഭിപ്രായങ്ങളെ ക്രോഡീകരിക്കണം, അത് ഗവൺമെൻറ്റിൽ കൊടുക്കണം. ഗവൺമെൻറ്റിൽ കൊടുത്താൽ തന്നെ പേ റിവിഷൻ സെല്ലുണ്ട് ഗവൺമെൻറ്റിൽ, പിന്നെ എക്സ്പെൻഡിച്ചർ സംവിധാനമുണ്ട്. ഒരുപാട് സംവിധാനങ്ങൾ ഗവൺമെൻറ്റിലുണ്ട്. ആ സംവിധാനങ്ങളുമായിട്ടൊക്കെ കൂടിയാലോചിക്കാതെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ ആ റിപ്പോർട്ട് ബോഗസായി പോകും, ആരും അംഗീകരിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഓരോ ആളുകളുമായി സിറ്റിംഗ് നടത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പോൾ അത് ഒരു ദിവസം എല്ലാവരും കൂടെ വിളിച്ച് ചന്ത പോലെ ഒരു കോൺഫറൻസ് ഹാളിൽ ഇരുത്തില്ല, നിങ്ങൾ അഭിപ്രായം പറഞ്ഞു എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് ഓരോരുത്തരായിട്ട് വിളിച്ച്, ഓരോ സെഗ്മെൻ്റായിട്ട് വിളിച്ച്, സെക്ഷനായി വിളിച്ച് അവരിൽ നിന്ന് അഭിപ്രായം എടുക്കേണ്ടി വരും. പിന്നെ ഇതിനിപ്പോൾ ആയിരക്കണക്കിന് പരാതികളും നിർദ്ദേശങ്ങളുമായിരിക്കും ജനങ്ങൾ അയക്കുന്നത്, സംഘടനകൾ അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ കേൾക്കേണ്ടി വരും. അങ്ങനെ ഒരു വലിയ പ്രോസസ്സാണെന്നേ. ഇതിങ്ങനെ ഒരു ദിവസം രാവിലെ കൊണ്ടങ്ങ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത്രയും വലിയൊരു പ്രോസസ്സിൽ നിൽക്കുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കുമ്പോൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഡേറ്റ് നീട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ അതിനൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം, ഇപ്പോഴുള്ള കമ്മിറ്റിയെ വച്ച് നീട്ടുമോ അതോ പുതിയ കമ്മിറ്റി വരുമോ എന്നുള്ളതാണ് പ്രധാനം. എൻ്റെ ഒരു വിശ്വാസമനുസരിച്ച് പുതിയ സമിതി വരും. ആ പുതിയ സമിതിയെ കൊടുക്കുന്ന ഒരു ഉത്തരവിൽ ചിലപ്പോൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ശമ്പള പരിഷ്കരണ കമ്മീഷനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് തീർച്ചയായും ഒരു 3 മാസം കൂടി കൊടുക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ചിലപ്പോൾ 6 മാസം കൊടുക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ 3 മാസം കൊടുക്കുകയാണെങ്കിൽ മൊത്തം 6 മാസമാകും. 6 മാസം കൊടുക്കുകയാണെങ്കിൽ 9 മാസമാവും. എന്തായാലും ഫിറ്റ്മെൻറ്റ് അലവൻസ് എത്ര ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. സർവീസ് വെയിറ്റേജ് ഉണ്ടോ തീരുമാനിച്ചിട്ടില്ല. മിനിമം ശമ്പള സ്കെയിൽ എത്ര ആക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടില്ല. മാക്സിമം ശമ്പള സ്കെയിൽ എത്രയാവണം എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ നയപരമായി തീരുമാനമെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ, അതുകൊണ്ട് കേഡറിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഗ്രേഡ് പ്രൊമോഷൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് HR എത്ര കൊടുക്കണം, അതുപോലെ TA എത്ര കൊടുക്കണം, പിന്നെ പെർ ഡേ TA എത്ര കൊടുക്കണം, DA എത്ര, പെർ ഡേ DA, ടൂർ പോകുന്നവർക്ക് പെർ ഡേ DA എത്ര കൊടുക്കണം, കോമ്പൻസേറ്ററി അലവൻസ് എത്ര കൊടുക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്തായാലും നടത്തണം. ആ പ്രോസസ്സ് നടന്നാൽ മാത്രമേ തീർച്ചയായിട്ടും അതിനൊരു ഫൈനാലിറ്റി വരികയുള്ളൂ, ഒരു അന്തിമ രൂപം കിട്ടുകയുള്ളൂ. അതിനുള്ള സിറ്റിങ്ങുകൾ തന്നെ എത്രയോ നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ 8ാം ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടെ 12ആണ്, അവിടെ 8ആണ്. 8ാം ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 8ാം ധനകാര്യ കമ്മീഷൻ പ്രവർത്തനം ഒരു വർഷം, ചിലപ്പോൾ 1.5 വർഷമൊക്കെ എടുത്തിട്ടാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. കാരണം അത്രമാത്രം കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്യാനുണ്ടെന്നേ. ഇത് 10 തൊട്ട് 5 മണി വരെ ആണല്ലോ ഓഫീസ് പ്രവർത്തിക്കുന്നത്, അല്ല പാതിരാത്രി ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഹോംവർക്ക് ഉണ്ട് ഒരുപാട്. ആ ഹോംവർക്കുകളെല്ലാം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് കരുതുന്നത്. എന്തായാലും പുതിയ ഗവൺമെൻറ് വന്ന് ധനകാര്യമന്ത്രിയൊക്കെ ചാർജ് എടുത്ത് അവിടുത്തെ ഓഫീസ് സംവിധാനവും സെക്രട്ടേറിയറ്റിലെ ധനകാര്യ വകുപ്പിലെ സ്റ്റാഫിനെയൊക്കെ ഒന്ന് മാറ്റി പുതിയ സംവിധാനത്തിൽ മാത്രമേ തീർച്ചയായിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ പ്രവർത്തനങ്ങൾ ചടിലമാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചടിലമായാൽ മാത്രം പിന്നെയും വേണം 1-2 മാസങ്ങൾ. എന്തായാലും ജൂണിൽ വരുമെന്ന് റിപ്പോർട്ട് വരുമെന്ന് നമ്മൾ കരുതുന്നില്ല.
ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബറിലെങ്കിലും റിപ്പോർട്ട് വന്നാൽ ഈ വർഷം അത് നടപ്പിലാക്കാൻ കഴിയും. ഇനി സെപ്റ്റംബറും കഴിഞ്ഞ് പോകുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം പുതിയ കമ്മിറ്റിയെ വെച്ചാൽ അവർ വീണ്ടും പഠിക്കണം. ഇപ്പം ഇത് വെച്ച കമ്മിറ്റി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, പക്ഷേ പുതിയ കമ്മിറ്റി വെച്ചാൽ വീണ്ടും ഫ്രഷ് ആയിട്ടാണ് അവർക്ക് കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അവർക്കും പഠിക്കാൻ സമയം വേണം. അപ്പോൾ ഈ വച്ച 2 മാസം, മാർച്ച്, ഏപ്രിൽ എന്നുള്ള മെയ് എന്നുള്ള 2.5 മാസം പോയി കഴിയും. ഇനി പുതിയ വയ്ക്കുന്ന കമ്മിറ്റിക്കും ചിലപ്പോൾ 6 മാസം കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ശമ്പള പരിഷ്കരണത്തിൻ്റെ സമയം നീട്ടാനുള്ള റിക്വസ്റ്റ് എന്തായാലും ഗവൺമെൻറ് പോയിട്ടുണ്ട്. അത് നടക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. പുതിയ ഗവൺമെൻറ് ആരാണ് എന്നതിനനുസരിച്ചായിരിക്കും ശമ്പള പരിഷ്കരണം വളരെ വേഗത്തിൽ വരുന്നത്. അത് ധനകാര്യമന്ത്രിയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഇന്നത്തെ നിലയിൽ വി ഡി സതീശനോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് കാത്തിരുന്നു കാണാം.